ഒരു കഥ കേട്ടാലോ? അതെ, ഒരു നല്ല കഥ കേൾക്കാം. മഹാശിവരാത്രിയെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ കഥ സമുദ്രമഥനത്തിൻ്റേതാണ്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും ഒത്തുചേർന്ന് അമൃതം ലഭിക്കുവാനായി മഹാസമുദ്രമായ പാലാഴി കടയുവാൻ ആരംഭിച്ചു. മന്ദരപർവ്വതത്തെ കടക്കോലായും വാസുകിയെ കയറായും അവർ സ്വീകരിച്ചു. മഥനം പുരോഗമിക്കവേ അതിൻ്റെ കാഠിന്യത്താൽ വാസുകിയുടെ വായിൽ നിന്നും ധാരാളം വിഷവസ്തുക്കൾ ബഹിർഗമിച്ചു. പലരും മോഹാലസ്യപ്പെട്ടു. പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള കാളകൂടമെന്ന ഉഗ്രവിഷം പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ സകലരും പരിഭ്രാന്തരായി. ആ ഉഗ്രവിഷത്തിൽ നിന്നും ജഗത്തിനെ രക്ഷിക്കണമെന്ന പ്രാർത്ഥനയുമായി ഏവരും ഭഗവാൻ ശിവനെ സമീപിച്ചു. ലോക കല്യാണാർത്ഥം ഭഗവാൻ കാളകൂടത്തെ ഭൂമിയിൽ വീഴാതെ പൂർണ്ണമായും എടുത്തു വിഴുങ്ങി. കാളകൂടത്താൽ ഭഗവാന് അത്യാപത്ത് നേരിടുമെന്ന് ഭയന്ന പാർവതീദേവി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ മുറുകെ പിടിച്ചു. കാളകൂടം ഭഗവാന്റെ കണ്ഠത്തിൽ കുടുങ്ങി നിന്നു. അതിൻ്റെ നീലനിറം ആ ഭാഗമാകെ വ്യാപിച്ചു. അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി. ആ രാത്രി പാർവതീദേവി ഉൾപ്പെടെ സകലരും ഉറക്കമുപേക്ഷിച്ച് പ്രാർത്ഥനാഭരിതരായി നിലകൊണ്ടു. ഇതിൻ്റെ സ്മരണാർത്ഥമാണ് ശിവരാത്രി ആഘോഷിച്ചു വരുന്നതെന്നാണ് ഒരു കഥ. മറ്റൊരു കഥ ബ്രഹ്മദേവനും വിഷ്ണുവും തമ്മിലുള്ള തർക്കത്തിൻ്റേതാണ്. തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന വിഷയത്തിന്മേൽ ഇരു ദേവന്മാരും തമ്മിൽ തർക്കത്തിലായി. ഒടുവിൽ ഇരുവരും പരമേശ്വരൻ്റെ മുന്നിൽ പ്രശ്നപരിഹാരത്തിനായി എത്തി. അപ്പോൾ ഭഗവാൻ പരമേശ്വരൻ അനാദിയായ ഒരു ജ്വാലാലിംഗമായി മാറി. അതിൻ്റെ തുടക്കവും അവസാനവും ആരാണോ കണ്ടെത്തുന്നത് അയാൾ തർക്കത്തിൽ ജയിക്കുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. ബ്രഹ്മദേവൻ ഒരു ഹംസത്തിൻ്റെ രൂപം സ്വീകരിച്ച് മുകളിലേക്കും വിഷ്ണു ഭഗവാൻ വരാഹത്തിൻ്റെ രൂപം സ്വീകരിച്ച് താഴേക്കും യാത്രയായി. ദിനരാത്രങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരുടെയും യാത്ര ഫലവത്തായില്ല. ബ്രഹ്മദേവൻ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു കൈതപ്പൂ താഴേക്ക് പറന്നു വരുന്നത് കണ്ടു. അദ്ദേഹം ആ പൂവിനെ കയ്യിലെടുത്തു പറഞ്ഞു, "നീ എനിക്കൊരു സഹായം ചെയ്യണം. നിന്നെ എനിക്ക് കിട്ടിയത് ഈ ലിംഗത്തിൻ്റെ ശിരസിൽ നിന്നാണെന്ന് നീ വിഷ്ണുവിനോട് പറയണം. എങ്ങനെയും എനിക്ക് മത്സരത്തിൽ വിജയിച്ചേ തീരൂ." കൈതപ്പൂ അത് സമ്മതിച്ചു. ബ്രഹ്മദേവൻ പൂവുമായി വിഷ്ണുവിനരികിലെത്തി. താൻ ശിവലിംഗത്തിൻ്റെ ശിരസ് കണ്ടെത്തിയെന്നും അവിടെ നിന്നുമാണ് കൈതപ്പൂവിനെ കിട്ടിയതെന്നും പറഞ്ഞു. ഭഗവാൻ വിഷ്ണു തൻ്റെ പരാജയം സമ്മതിച്ചു. ആ നിമിഷം മഹേശ്വരൻ കോപിഷ്ഠനായി അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അദ്ദേഹം ആ ക്ഷണം തന്നെ ബ്രഹ്മദേവനെയും കൈതപ്പൂവിനെയും ശപിച്ചു. "നിന്നെ ഒരിക്കലും ലോകർ ആരാധിക്കാതിരിക്കട്ടെ. നിന്നെ പിന്തുണച്ച കൈതപ്പൂവിനെ ഒരിക്കലും പൂജാപുഷ്പമായി ആരും അർപ്പിക്കാതിരിക്കട്ടെ." ഫാൽഗുന മാസത്തിലെ 14-ാം നാളാണ് ശിവൻ ആദ്യമായി ലിംഗരൂപം കൈക്കൊണ്ടതത്രേ. ആ ദിവസത്തെ അത്രേ മഹാശിവരാത്രിയായി ആഘോഷിച്ചു വരുന്നത്. മറ്റൊരു പ്രശസ്തമായ കഥ ശിവപാർവതിമാരുടേതാണ്. ഭഗവാൻ പരമേശ്വരനെ പതിയായി ലഭിക്കാൻ പാർവതീദേവി കഠിന തപസ്സിൽ ഏർപ്പെട്ടു. ഒരു അമാവാസ്യ ദിനത്തിൽ ദേവി ഉപവാസമനുഷ്ഠിച്ചു. ദേവിയുടെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. ദേവിയെ പരിണയം ചെയ്തു. ആ സവിശേഷ ദിനമത്രേ മഹാശിവരാത്രി. ഇന്നും ഭാരതത്തിലെ സ്ത്രീകൾ ശിവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി പല വിധത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഭഗവാന്റെ പ്രചണ്ഡ താണ്ഡവ നടനം നടന്ന ദിവസമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നതെന്നും വിശ്വാസമുണ്ട്.